അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലൊരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ നായകനൊക്കെ ആയിട്ടുള്ളൊരു? നായകനായിട്ട് ഞാനിപ്പോൾ ഒരു സിനിമ നായകനായിട്ട് വന്നു, 2 സിനിമകളിൽ നായകനായിട്ട് വന്നു. ഒന്ന് പച്ചപ്പ് തേടി എന്നൊരു സിനിമ, ഒന്ന് ചായം പുഷ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 സിനിമയിലാണ് ഞാൻ നായകനായിട്ട് വന്നത്. ഇനിയിപ്പോൾ എന്നെ നായകനാക്കിയിട്ട് സിനിമ ചെയ്യാനൊരു 4 പേര് സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്. അവരൊരു പ്രൊഡ്യൂസറെ കിട്ടാനുള്ള ഓട്ടത്തിലാണ് സ്ക്രിപ്റ്റ് റൈറ്റർമാരും സംവിധായകനും കൂടെ. നടക്കുകയാണെങ്കിൽ എനിക്ക് നല്ല അഭിനയ സാധ്യതയുള്ള ഒരു 4 കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാവും. ഇപ്പൊ ഇതിനകത്തൊരു ക്യാരക്ടർ എങ്ങനെയാണ്? തമാശ അല്ല, ഇതിലെ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആണ്. ഇതിൽ ഞാൻ ഒരിക്കലും തമാശ പറയുന്നില്ല. കാരണം ഭയങ്കര വേദന അനുഭവിക്കുന്ന ഒരു പിതാവാണ് ഞാൻ. അപ്പോൾ ആ വേദന കാരണം ഇയാൾക്ക് ഇപ്പം യഥാർത്ഥ ജീവിതത്തിൽ ഇയാളുടെ മകന്റെ പേര് കിച്ചു എന്നാണ്. അപ്പൊ കിച്ചു എന്ന് വിളിക്കുമ്പോൾ തന്നെ ഇയാൾ കിച്ചോ എന്ന് വിളിക്കുക, അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ അത് ടെൻഷൻ കൂടുമ്പം കിച്ചോ, ടെൻഷൻ കൂടുമ്പോൾ വിക്ക് കൂടും. അപ്പൊ സങ്കടം വരുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം എനിക്കത് ഭയങ്കര വികാര നിർഭരമായ ഒരു 5-8 സീനുണ്ട് സിനിമയിൽ. ഞാനും അവനുള്ള മകനും ഞാനും ഉള്ള ഒരു ഭയങ്കര സീനുകളാണ്. ശരിക്കും സീന് എടുത്തു കഴിയുമ്പോൾ തന്നെ ഫൈസിൽ വന്നിട്ട് പറയും, വിനോട്ടാ ഭയങ്കര ഫീൽ ചെയ്തു വിനോട്ടാ. ഡബ് ചെയ്യുമ്പോഴേ എനിക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇത്രയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയൊരു നിമിഷമുണ്ട്. എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പഠിച്ചത്? വിക്ക് അല്ല, അത് എന്നോട് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം ഈ അച്ഛന്. കാരണം അയാൾ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഇഷ്ടമായ സെൻറ്റിമെൻറ്റ്സ് അയാളോട് തോന്നാൻ എന്താ നമ്മളൊന്ന് ചെയ്യുക. അപ്പം ഞാൻ വികലാംഗനാക്കണമെന്ന് ചോദിച്ചു. ഈ വികലാംഗൻ വേണ്ട കേട്ടോ, വേറെ എന്തെങ്കിലും ഒരു. അപ്പോൾ അവനെ നമുക്കൊരു വിക്ക് കൊടുക്കാം. വിക്ക് എന്ന് പറയുമ്പം ഈ ടെൻഷൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫൈസലിനത് ഓക്കെ. അല്ല, റിയൽ ലൈഫിൽ അത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? പിന്നെ ഞാനിതിനു മുമ്പ് വിക്കുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ പുതിയ തീരങ്ങളിൽ വിക്കൻ ചന്ദ്രൻ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിൽ പിന്നെ അത്ര വിക്കില്ല, എന്നാലും വിക്കുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവരുടെ പഠിച്ചിട്ടാണ് അത് നമ്മൾ ഒബ്സർവ് ചെയ്യും. കാരണം എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്ധനാവുകയാണെങ്കിൽ അത്രത്തോളം നമ്മുടെ മനസ്സിലൊരാളുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ്. അപ്പോൾ ഞാൻ ഇപ്പം സി കേരളയിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു, വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ മനോരമ ടീമിൽ തന്നെ. അതിൽ ഞാൻ ചെയ്ത അപ്പുണ്ണി എന്നൊരു ക്യാരക്ടറാണ്. ഈ അപ്പുണ്ണി ഒരു തറവാട്ടിലെ 4 മക്കളിൽ 4ാമത്തവനാണ്. അവൻ പൊട്ടെന്ന് പറഞ്ഞാൽ അവന് സ്കൂളിലൊന്നും വളരെ പോയിട്ടില്ല. ഒരു പ്രത്യേക തരം എന്തും വിളിച്ച് പറയും. അപ്പം ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇതാണ് അവൻ്റെ ക്യാരക്ടർ. ഞാനവിടെ പോയിന് അച്ഛനെന്താ എനിക്കിത് അവിടെ പൊക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഫുൾ ടൈം കണ്ണു ചിമ്മിക്കൊണ്ടേ ഇയാൾ സംസാരിക്കുള്ളൂ. അതാണ്, അത് ഭയങ്കര സംഭവമാണ്. അത് ടെൻഷൻ. സാധാരണ ഒരു വേഷം ചെയ്യുന്നതിനേക്കാൾ പാടാണല്ലോ ഇങ്ങനത്തേക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം ചെയ്ത് ഫലിപ്പിക്കാന്ന് പറയുന്നത്. ഇതിപ്പോ അമ്മേ ഇന്നെന്താ ചായക്ക് കടി എന്ന് ചോദിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണ് പടപടപടപടാന്ന് പറഞ്ഞ് അടയ്ക്കും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ സംസാരം ഇങ്ങനെയാണ്. ഞാനവിടെ പോയി നിങ്ങൾക്കെന്താ അങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ. അത് ഞാൻ തന്നെ മോൾഡ് ചെയ്തെടുത്തൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ കട്ടപ്പാടത്തെ മാന്ത്രികനിലെ കുഞ്ഞിരാമൻ എന്ന കഥാപാത്രവും എൻ്റെ സിനിമാ ജീവിതത്തിലെ നല്ലൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് ജനങ്ങളെ ഏറ്റെടുക്കും, ജനങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കും. ഇപ്പോൾ ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഏകദേശം 8-9 സിനിമകൾ റിലീസായി. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മത്സരമാണ് ഓരോ സിനിമകളും. മത്സരം എന്ന് പറഞ്ഞാൽ സിനിമകളൊന്നും മത്സരമല്ല, ഇപ്പോൾ ഏത് കാണണം എന്ന് ഒരു പ്രേക്ഷകന് ചൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമയിൽ വ്യത്യസ്തമാക്കുക എങ്ങനെയാണ്? അല്ല, വ്യത്യസ്തമാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഇപ്പം വൻ താരനിരകളൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഞാൻ തന്നെയാണ്, ഞാനും സുമിത്താണ് എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത്. സുമിത്ത് നല്ലൊരു നടനാണ്. സുമിത്ത് ഒരുപാട് ഷോർട്ട് ഫിലിമുകളും റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തൊരു പയ്യനാണ്. അവനും ഞാനും ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അവൻ എൻ്റെ മകനായിട്ട് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവനും ഞാനും തമ്മിലുള്ള ഒരു സംഭവങ്ങൾ ഹൈലൈറ്റാണ്. പിന്നെ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും. ആ പബ്ലിസിറ്റി കണ്ട് ജനങ്ങൾ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മുടെ ഒരു ഓഡിയൻസിനോട് പറയാനുള്ളത്? നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് മുന്നിലേക്ക് ഫൈസൽ ഹുസൈൻ തരുന്ന ഒരു മനോഹരമായ സിനിമയാണ്. ഒരു അശ്ലീലങ്ങളും ഇല്ലാത്ത, ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത, കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന, നമ്മളും ഇതിലൊരാളാണ്, ഈ നാട്ടിൽ ഒരു കഥാപാത്രമാണ് ഞാനും എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ. വൻ താരനിരകളൊന്നും ഇല്ലെങ്കിലും വളരെ അഭിമാനത്തോടെ പറയുന്നു, ഇത് നല്ലൊരു സിനിമയായിട്ട് മാറും.
അപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതെന്തായാലും സിനിമകളും ഗംഭീര വിജയമാവട്ടെ. MIT മുസയിലെയും മറിമായത്തിലെയൊക്കെ വേഷങ്ങൾ പോലെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു വേഷമാവട്ടെ. താങ്ക് യു സോ മച്ച്.